എൻ്റെ മോൻ്റെ കാലിൽ എന്തോ ഒരു വേദന, അപ്പോൾ അതിനിങ്ങനെ കെട്ടിത്തന്നു. എക്സ്റേ എടുക്കാൻ പറ്റിയിട്ടില്ല. പെയിനിന് ഇങ്ങനെ കെട്ടി, മുറിവൊന്നുമില്ല, ഇങ്ങനെ കെട്ടാണ് ചെയ്തത്. 21-ൽ അവിടെ ഒരു സർജൻ വന്നിരിക്കുന്നുണ്ട് ലക്ഷദ്വീപിലെ അഗത്തി ഐലൻഡിൽ. ഇപ്പോൾ അഗത്തിയിലുള്ള ആളുകൾ ഈ സർജൻ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ വന്ന് ഒരാഴ്ച ഉണ്ടാകത്തുള്ളൂ. ആ ഒരാഴ്ച കഴിഞ്ഞാൽ പോവും. ഇപ്പോൾ ഞാൻ വന്നത് എൻ്റെ മോനെ കാലിൽ ഒരു പെയിൻ, ഭയങ്കര വേദന, ഒരു ലൗഡ് സ്പീക്കറിൻ്റെ മേത്തേക്ക് തട്ടിയിട്ട് വേദന വന്നതാണ്. എക്സ്റേ എടുക്കാൻ ഇവിടെ എക്സ്റേ മെഷീൻ കേടായി കിടക്കാമെന്ന് പോലും. അപ്പോൾ പെട്ടെന്ന് എക്സ്റേ എടുക്കാൻ കഴിയത്തില്ല. ഇനി അന്നാവുന്നത് വരെ ഇനി കാത്തിരിക്കണം എന്നുള്ളതാണ്. തൽക്കാലത്തേക്ക് ഒന്നും വരാതിരിക്കട്ടെ, എൻ്റെ കുട്ടിക്ക് ഒന്നും വന്നില്ല എന്നാണ്, വരാതിരിക്കട്ടെ അല്ലാമി. ഇവിടെ ഒപ്താൽമിസ്റ്റ്, ഓർത്തോ, ഫിസിഷ്യൻ, ഇത് മൂന്നുമില്ല. ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് ഒരു ഡോക്ടർ കൂടിയുണ്ട്. 30 പോവും ആണ് ഇവിടുത്തെ ഒരവസ്ഥ, ഈ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. 130 രൂപ അല്ലേ? 130. സാധാരണ ചൂലോ അല്ലെങ്കിൽ മാച്ചുകോരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഏകദേശം അങ്ങനത്തൊക്കെ വാങ്ങാൻ കിട്ടും ചിലപ്പോൾ. മേ ബി ഈ ഒരു 130 രൂപയ്ക്ക് ആ പൈസ ഇത് തിന്നിട്ട് ഒരു ദിവസം കൊണ്ട് കക്കൂസ് പോയിട്ട് തള്ളും. ഭയങ്കര ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഈ സാധനം വാങ്ങുന്നു. പാലിക്കുള്ള ഇവന് ഞാൻ മിഠായി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവനെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇവനെ അടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവൻ്റെ ചരിപ്പിട്ടുകൊണ്ട് ഇവൻ്റെ അനിയത്തി സിസ്റ്റർ പോയി കളഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളുടെ ചിലപ്പോൾ, ബാക്കിയുള്ള ചിലപ്പോൾ ഒന്നും ഇവൻ എടുത്തില്ല. അപ്പോൾ ഞാൻ മിഠായി എന്ത് ചെയ്തു, മിഠായി വാങ്ങി പ്രോമിസ് കൊടുത്തു. ഹോസ്പിറ്റലിൽ പോയി എൻ്റെ കൂടെ ചെലിപ്പില്ലാണ്ട് വന്നാലല്ലെങ്കിൽ വന്നാലും ഞാൻ മിഠായി വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത്. അങ്ങനെ മിഠായി വാങ്ങി. അങ്ങനെ വീട്ടിലേക്ക് പോണ വഴിക്കുള്ള ഒരു കബറിടമാണ് ഇവിടെ. ഇതിൻ്റെ അടുത്ത് കുറേ ചെടികളൊക്കെ ഉണ്ട്, അതൊക്കെ നശിപ്പിച്ചു ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട്. കുറേ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അത് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറിച്ചു മാറ്റി. ഇനി പുതിയത് നടണം. ഈ ഖബറിലുള്ളവർക്ക് വേണ്ടി മരങ്ങളും ചെടികളും പ്രാർത്ഥിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുമാത്രമല്ല, ഈ ഒരു ഒറ്റ പ്രവൃത്തി കൊണ്ടാണ് ഒരു പ്ലാന്റേഷൻ എന്ന സംഭവം നടക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അരികത്തൊരു ചെടി നടും. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഖബറിൻ്റെ അടുത്ത് ഒന്നും കാണുന്നില്ല. നോക്കിയൊക്കെ ഏതായാലും ഇത് വീണ്ടും പ്ലാന്റേഷൻ ചെയ്യണം. അധികാരികളോട് നമ്മൾ ഏതായാലും പറയും, ഇത് ഈ പള്ളി കമ്മിറ്റിയോട് പറയും, അവിടെ എന്തെങ്കിലും നടണം, അല്ലെങ്കിൽ ഞാനും കൂടി നടണം. ഇതല്ലാതെ വെറുതെ നടണം. അങ്ങനെ സത്യം പറഞ്ഞാൽ പ്ലാന്റേഷൻ ചെയ്യണം. പ്ലാന്റേഷനെ കുറിച്ച് അറിയാമല്ലോ, പറയണ്ടല്ലോ. മരങ്ങൾ ക്ലീനിങ് എന്നിട്ട് ഇങ്ങനെ പറിച്ച് കളഞ്ഞാൽ പുതിയ ചെടികൾ വെക്കുന്നത് നല്ലതാണ്. നമ്മളെ ഗ്ലോബൽ വാർമിംഗ് പോലത്തെ പരിപാടിയല്ല, ഗ്ലോബൽ വാർമിംഗ് പോലത്തെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ ഐലൻഡൊക്കെ മുങ്ങിപ്പോകും, നമ്മുടെ വെള്ളം ഒപ്പിച്ച് പോകും. ഗ്ലോബൽ വാർമിംഗ്, ഐസ് ഉരുകുന്നുണ്ട്, കടൽ ഇങ്ങനെ മുകളിൽ പൊന്തി വരുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഐലൻഡ് ഗ്രൗണ്ടിൻ്റെ അകത്ത് കൂടി വെള്ളം കയറി കിണറ്റിലെ വെള്ളമായിട്ട് മിക്സ്ഡായിട്ട്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ, താഴത്തെ കമൻറ്റ് ഇടുന്നത്. കളിയാക്കി വെറുപ്പിക്കല്ലേ പ്ലീസ്. ഞാനൊരു പാവമാണ്, എന്നെ കൊല്ലരുത് കളിയാക്കിയിട്ട്. വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വെള്ളം ഒപ്പിച്ചു പോവും. അങ്ങനെ അപ്പോൾ അതൊന്ന് പറയാൻ വിട്ടായിരുന്നു. അപ്പം ഇപ്പം പറയുന്നൊരു കാര്യം, അമ്മ പറയുക, സംസാരിക്കുക. ഈ ക്യാമറ ഒരു ഓർത്ത് വന്നെന്ന് എനിക്ക് നല്ലതെന്ന് പറയുക. അപ്പം ഞങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞോ പറയുക. ഉമ്മാലിപ്പോൾ പറഞ്ഞു, ഉമ്മ എന്നോട് പറഞ്ഞപ്പോൾ ഓർത്ത് വന്നതെന്ന് ഹെയറായിരുന്നു. ഉമ്മാൻ്റെ കാലം ഒടിഞ്ഞിട്ട് ഇവിടെ ഇടുപ്പല്ല ഹെൽനിയമ്മ, ഇടുപ്പല്ല ഒടിഞ്ഞിട്ട് ഒന്ന് സൈലൻ്റ് ആയിക്കോ ഒന്ന് പ്ലീസ്. ഇടുപ്പല്ല ഒടിഞ്ഞിട്ട് ഉമ്മാനെയും കൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ പോയിട്ട് വന്നാണ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉമ്മ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല, ഉമ്മയായിട്ട് പറഞ്ഞ കേട്ടോ. ഓർത്തോ ഒന്ന് ശരിയായിരുന്നല്ലോ. ഉമ്മ കൊച്ചിക്ക് ചെക്കപ്പിന് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ ഉമ്മ കണ്ടിന്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂ ചെയ്തിട്ട് ചെക്കപ്പൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പോലും ഉമ്മ പറയുന്നതാണ്. ഉമ്മക്ക് സംസാരിക്കാനായിട്ട് ഉമ്മ ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഉമ്മ പറയാ, ഉമ്മ തുറന്ന് വച്ചിന് ഇല്ല, തുറന്ന് വച്ചിനെ പറഞ്ഞു. ഈ അകത്തിയിൽ ഈ ടൂറിസം വരുന്ന നാട്ടിൽ ടൂറിസം ഓൾഡ് ഏജ് പ്രകാരം 100 ബെഡുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്നാണ് നിയമം. എന്നിട്ട് ഇവിടെ ഡോക്ടേഴ്സ് ആരോ ഫിസിഷ്യനോ ഒരു ഓർത്തോയോ
ENTO ഗൈനക്ക് മാത്രം കൊണ്ട് ബാക്കി ആരുമില്ല. അതും കൂടി വന്നാൽ എത്ര അകത്തേക്ക് എത്ര നന്നായിരുന്നു. ഞാനൊരു രോഗിയാണ്. എനിക്കിപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും കരയിലേക്ക് ഓർത്തോ ഡോക്ടറെ കാണാൻ വേണ്ടി പോകണം. യാത്ര ചെയ്യുന്ന വിഷമവും വിമാനത്തിലുള്ള ബുദ്ധിമുട്ടും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ താഴ്മയിൽ സംസാരിക്കുന്നതാണ്. ഈ അഗതിയുടെ കാര്യം വന്ന് ഹോസ്പിറ്റലിലേക്ക് എല്ലാം അധികാരികളെല്ലാം കാണട്ടെ, അധികാരികളൊക്കെ അറിയട്ടെ, കേൾക്കട്ടെ. വന്നാൽ വളരെ നല്ലതായിരുന്നു. നല്ല ഷരീഫിൻ്റെ പേരും മാനവും എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണം. എല്ലാം ഓർത്ത് വന്ന് നല്ലത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആവലാദികളും വേവലാദികളുമാണ് സംസാരം. അപ്പോൾ ഏതായാലും പള്ളിയിൽ പോയിട്ട് വരാം ഇൻഷാ അല്ലാ. ബാക്കി കഥ പിന്നെ പറയാം. പിന്നെ ഉമ്മ പറഞ്ഞത് കേട്ടല്ലോ. എൻ്റെ ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം, മറക്കരുത്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മിനിമം അതെങ്കിലും ചെയ്യണം പ്ലീസ്.